Good morning, students. Today our topic growing perpetuity. Then previous ക്ലാസ്സുകളിൽ പെർപെറ്റ്യൂറ്റിയെക്കുറിച്ചും ആനുവിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഓർഡിനറി പെർപെറ്റ്യൂറ്റി, സെയിം ടൈം അവർ ഡിഫേർഡ് പെർപെറ്റ്യൂറ്റി, അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ടോപ്പിക്കാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി. അവിടെ എഴുതുക, ഒരു നോട്ട്ബുക്കിൽ ഹെഡിങ് കൊടുക്കുക, ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി എന്ന് പറയുന്ന ഹെഡിങ് കൊടുക്കുക. അതിന് താഴെ A growing perpetuity is a series of periodic payments that grow at a proportionate rate for an infinite amount of time. അവിടെ a growing perpetuity is a series of periodic payment. It is a series of periodic payment that grow at a proportionate rate for an infinite amount of time. അതായത് എത്ര കാലത്തേക്കാണ് എന്ന് ഫിക്സഡ് ആയിട്ട് അതായത് ഫിനിറ്റ് അല്ല, അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഫിനിറ്റ് അല്ല, ഇൻഫിനിറ്റാണ്, ഇൻഫിനിറ്റ് പീരീഡാണ്. അപ്പോൾ ദെൻ അവിടെ എത്ര ടൈമിലാണ്, എത്ര തവണ നമ്മൾ അടയ്ക്കേണ്ടി വരും എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നില്ല. അങ്ങനെ പറയാതിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ അതിന് എന്തെന്ന് പറയാറുള്ളത്, പെർപെറ്റ്യൂറ്റി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെർപെറ്റ്യൂറ്റിയിലെ ഫിനിറ്റ് പീരീഡ് അല്ല, ഇൻഫിനിറ്റ് പീരീഡ് ആയിരിക്കും. ഇനി ദ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മെൻ ബൈ ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി എന്ന് പറയുമ്പോൾ, ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി ഈസ് എ സീരീസ് ഓഫ് പീരിയോഡിക് പേയ്മെൻറ്റ് ദാറ്റ് ഗ്രോ അറ്റ് എ പ്രൊപ്പോർഷനേറ്റ് റേറ്റ് ഓഫ് ആൻ ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ടൈം. അവിടെ ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി ഈസ് എ സീരീസ് ഓഫ് പീരിയോഡിക് പേയ്മെൻറ്റ് ദാറ്റ് ഗ്രോ അറ്റ് എ പ്രൊപ്പോർഷനേറ്റ് റേറ്റ്. മാത്രമല്ല അവിടെ 1%, 2% എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രോയിങ് റേറ്റ് കൂടെ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ടാവാം. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന ഓരോ സമയവും അതിൻ്റെ കൂടെ 4% ഇൻക്രീസ് ചെയ്തു, 5% ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്ന ഒരു ഗ്രോയിങ് എമൗണ്ട് കൂടെ കാണിച്ചിരിക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് സൈഡ് ഹെഡിങ് കൊടുക്കുക, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി. Present value of growing perpetuity. Present value of growing perpetuity. അതിൻ്റെ താഴെ എഴുതാം, The present value of growing perpetuity is a way to get the current value of an infinite series of cash flows that grow at proportionate rate. The present value of growing perpetuity is a way to get the current value is an infinite series of cash flows that grow at a proportionate rate. അതായത് ഒരു ഇൻഫിനിറ്റ് പീരീഡിൽ ഉണ്ടായിരിക്കേണ്ട ആ ഒരു ക്യാഷ് ഫ്ലോവിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി മെത്തേഡിനെയാണ് എന്ത് പറയുക, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി. സിംപ്ലി ഇറ്റ് ഈസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് വിച്ച് ഗ്രോസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് ഈച്ച് പീരീഡ്. Simply, what is meant by present value of growing perpetuity? Simply, it is the present value of a series of payment which grows at a constant rate of each period. അതായത് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത് ഇറ്റ് ഈസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് സീരീസ് ഓഫ് പേയ്മെൻറ്റ്. ഓരോ തവണയും നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിച്ച് ഗ്രോസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് ഈച്ച് പീരീഡ്. ഓരോ തവണയും നമ്മൾ അടയ്ക്കുന്നതിൻ്റെ, ഇപ്പോൾ ഇപ്രാവശ്യം 10,000 രൂപ അടച്ചു, 10,000, നെക്സ്റ്റ് ഇയറിൽ നമ്മൾ 10,000 അടയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 10% ഇൻക്രീസ് ചെയ്യാം. ദെൻ നമ്മൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും ഒരു 20% ഇൻക്രീസ് ചെയ്യാം. തേർഡ് ഇയർ ആകുമ്പോഴേക്കും നമ്മൾ അടയ്ക്കുന്നതിൻ്റെ ഒരു 30% ഇൻക്രീസ് ചെയ്യാം. ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ 13% അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇങ്കാണെങ്കിലും, പെർപെറ്റ്യൂറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഇങ്കാണെങ്കിലും ഫസ്റ്റ് ടൈം ദെൻ 10,000, സെക്കൻഡ് ടൈം അതിൻ്റെ കൂടെ ഒരു 10% ഇൻക്രീസ് ചെയ്യാം, നെക്സ്റ്റ് ടൈം 10% അഗെയിൻ ഇൻക്രീസ് ചെയ്യാം. ഇങ്ങനെ ഗ്രോയിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് പെർപെറ്റ്യൂറ്റി, ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ നമുക്കതിൽ അറിയാത്തൊരു വേർഡ് എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റിയാണ്. ഇങ്ങനെ അടച്ചിരിക്കുന്ന ഓരോ തവണയും ഒരു വർഷത്തിൽ 10,000, പിന്നെ 11,000, അല്ലെങ്കിൽ 11,900, അല്ലെങ്കിൽ 12,000 ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ പറയുന്ന എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്താ പറയുക, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി. നെക്സ്റ്റ് വൺ ഈസ് the payment are made at the end of the each period
The payments are made at the end of the each period continue indefinitely. The payment are made at the end of the each period. ഓരോ തവണയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേയ്മെൻറ്റ് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി ആൻഡ് ഹാവ് എ ഡിസ്കൗണ്ട് റേറ്റ് അപ്ലൈഡ്. അവിടെ ഒരു ഡിസ്കൗണ്ട് റേറ്റ് കൂടെ അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ദിസ് മീൻസ് ദാറ്റ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ പെർപെറ്റുവിറ്റി ഈസ് ഇൻഫിനിറ്റ് ബിക്കോസ് ദ പേയ്മെൻറ്റ്സ് ആർ ഓൺ ഗോയിങ് ആൻഡ് എൻഡ്ലെസ്. താഴെ even though the total value is infinite, the present value is finite. അതായത് നെക്സ്റ്റ് ഇയറിലെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണെങ്കിലും പ്രസൻറ്റ് വാല്യൂ ഈസ് ഫിനിറ്റ്. ദ ഫർദർ ഇൻ ടു ഫ്യൂച്ചർ ദ പ്രസൻറ്റ് വാല്യൂ ഈസ് വൈ ബിക്കോസ് ഓഫ് ദ ടൈം വാല്യൂ ഓഫ് ദ മണി കോൺസെപ്റ്റ് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രസൻറ്റ് ടൈം ഈസ് വർത്ത് മോർ ദാൻ ദ പേയ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ. എപ്പോഴും നമുക്കറിയാവുന്ന പോലെ ദ പ്രസൻറ്റ് ടൈം ഈസ് വർത്ത് മോർ ദാൻ എ പേയ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ അടയ്ക്കേണ്ട എമൗണ്ടിനേക്കാളും മൂല്യമുള്ളതാണ് ഇത് പ്രസൻറ്റ് എന്ന് പറയുന്നത്. സോ പ്രസൻറ്റ് ടൈം ഈസ് വർത്ത്, അതായത് ഒരു 10 lakh rupees ആണെങ്കിലും 1 lakh rupees ആണെങ്കിലും ദെൻ പ്രസൻറ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫ്യൂച്ചർ വാല്യൂ. അവിടെ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പ്രസൻറ്റ് വാല്യൂവിന് പ്രാധാന്യം കൊടുക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഈസ് വർത്ത് മോർ ദാൻ ദി ഫ്യൂച്ചർ വാല്യൂ. നമുക്കറിയാം 1 ലക്ഷം രൂപയ്ക്ക് ഇന്ന് കിട്ടാവുന്ന സാധനം ഒരു 5 വർഷം കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടായിരിക്കില്ല. ദെൻ അവിടെ ഓരോ പ്രാവശ്യം അതിൻ്റെ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എ ഡിസ്കൗണ്ട് റേറ്റിലാണത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. 1 രൂപയുടെ മൂല്യം നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും 0.909 ആയിട്ട് മാറും. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും ആ 1 രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.808 മാറും. തേർഡ് ഇയർ ആകുമ്പോഴേക്കും 0.70. അപ്പോൾ ഇന്നത്തെ 1 രൂപ എന്ന് പറയുന്നത് 2 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ വില 1 രൂപയ്ക്ക് 70 പൈസയുടെ മൂല്യമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ പ്രസൻറ്റ് വാല്യൂവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദ പ്രസൻറ്റ് വാല്യൂ അതായത് പ്രസൻറ്റ് ടൈം ഈസ് വർത്ത് മോർ ദാൻ ദി പേയ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ. ഇനി നമുക്ക് നോക്കേണ്ടത് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഗ്രോയിങ് പെർപെറ്റുവിറ്റിയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണെന്ന് നോക്കാം. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റുവിറ്റി, ദാറ്റ് മീൻസ് പ്രസൻറ്റ് വാല്യൂ പി വി ഈസ് ഈക്വൽ ടു P1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഗ്രോത്ത് റേറ്റ്. ഏതാ ഫോർമുല? പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു P1 divided by R minus growth rate. P1 is equal to periodic payment. R is equal to discount rate. G is equal to growth rate. ഇനി ഈ പ്രസൻറ്റ് വാല്യൂവിൻ്റെയൊക്കെ കണക്ക് കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ട് ഫൈനൽ ഇയറിലൊക്കെ പഠിക്കുമ്പോൾ മിക്കവാറും ഫിനാൻസ് എടുത്തിട്ട് കുട്ടികളും അതുപോലെ തന്നെ BBAയിലും ഒക്കെ നമുക്ക് പഠിക്കുന്നുണ്ട്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഏരിയ പഠിക്കുന്നുണ്ട്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ മാനേജറിയൽ ടൂൾസ് ഓർ ടെക്നിക്സ് ആർ അപ്ലൈഡ് ഇൻ ഫൈനാൻഷ്യൽ ഏരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ ടൂൾസോ ടെക്നിക്സോ ഫൈനാൻഷ്യൽ ഏരിയാസിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 3 കോൺസെപ്റ്റുകൾ മെയിനായിട്ട് പറയുന്നുണ്ട്. ആ 3 കോൺസെപ്റ്റുകൾ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്: പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്, ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഫണ്ട് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇങ്ങനെയാണ് നമുക്കതിനെ പറയാം. അതിനെ നമുക്ക് മോഡേണൈസ് ചെയ്തുകൊണ്ട് അതിനെ പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, capital budgeting and dividend decision. These are the elements or areas of financial management. Financial management le 3 areas aanu. Then first one is capital investment, second one is capital budgeting and third one is dividend decision. മിക്കവാറും BBA കുട്ടികളൊക്കെ ഈ പ്രസൻറ്റ് വാല്യൂ ആനുവിറ്റി ടേബിളൊക്കെ നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ടാവും. BBA കുട്ടികൾക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇപ്പോൾ തന്നെ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ തന്നെ അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളതിൽ. എന്താ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ദെൻ അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് എടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ ആലോചിക്കുക, എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കാര്യം ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും? ഈ 10 ലക്ഷം രൂപ 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 10 ലക്ഷം രൂപയ്ക്ക് തുല്യമാണോ അത്?
അപ്പോൾ ഒട്ടും ആവില്ല. അപ്പോൾ നമ്മൾ പറയും ഇന്ന് 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 അല്ലെങ്കിൽ ഒരാൾക്ക് കടം കൊടുത്താൽ പോലും നമ്മൾ പറയും 10 വർഷം കഴിഞ്ഞിട്ട് അതേ പൈസ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് അത് പൂർണ്ണമാക്കാനായിട്ട് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 20 ലക്ഷം രൂപയെങ്കിലും തന്നാലാണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10,000-ന് ഈക്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു 10,000 രൂപ നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് 10,000 രൂപ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് വളരെയധികം വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ നമുക്കതൊരു 20,000 റുപ്പീസെങ്കിലും കൊടുത്തെങ്കിലാണ് അത് ഇതിലേക്ക് ഈക്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, 10,000 റുപ്പീസിലേക്ക് ഈക്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ പറയുന്നൊരു ടെക്നിക്സ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ഏരിയാസാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ പഠിക്കുന്നതാണ് പേ ബാക്ക് പീരീഡ്, പോസ്റ്റ് പേ ബാക്ക് പീരീഡ്, ARR മെത്തേഡ്, അർജൻസി മെത്തേഡ്, അതുപോലെ തന്നെ IRR മെത്തേഡുകൾ ഒക്കെ ഏതിന് എക്സാമ്പിളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഓർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നൊക്കെ പറയും. അതായത് എങ്ങനെയാണ് നമ്മളൊരു ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിക്കുന്നതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ബിസിനസ്സിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയായിരിക്കും, എത്ര വർഷം കൊണ്ട് നമുക്കത് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും, ഏത് ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ആ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രൂപയുടെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാനിപ്പോൾ പറഞ്ഞ ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ 1 രൂപ നെക്സ്റ്റ് ഇയറിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ഇന്നത്തെ 1 രൂപയ്ക്ക് ഈക്വൽ അല്ല. നമുക്ക് 1 രൂപയ്ക്ക് ഈക്വൽ ആവണമെങ്കിൽ 1 രൂപയും 10 പൈസയും കൂടെ കിട്ടേണ്ടി വരും. അതല്ലെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ അതായത് അടുത്ത വർഷം നമുക്ക് 10,000 രൂപ തിരിച്ചു തരികയാണെങ്കിൽ അത് ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 9,000-ന് ഈക്വലാണ്. അതിന് നമുക്കൊരു ആനുവിറ്റി ടേബിൾ ഉണ്ട്. ആ ആനുവിറ്റി ടേബിൾ അതായത് അവിടെ ഉദ്ദേശിക്കുന്ന ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ ഇവിടെ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് ഒരു ഫോർമുല തന്നു കഴിഞ്ഞു. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി എന്നാണ് പറയുന്നത്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി എന്ന് പറയുന്നതിൽ ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് നമ്മൾ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുക. ആ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെ എന്താണ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റിയാണ്. അതായത് ഈ പെർപെറ്റ്യൂറ്റി എന്ന് പറയാനുള്ള കാരണം എത്ര വർഷം വരെ കിട്ടുമെന്ന് നമുക്ക് ഫിനിറ്റ് അല്ല, നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ചിലപ്പോൾ 5 വർഷമാവാം, 10 വർഷമാവാം, 15 വർഷമാവാം, 20 വർഷമാവാം ആൻഡ് സോ ഓൺ. അതിങ്ങനെ ഒരുപാട് വർഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, തുടർന്നുകൊണ്ട് പോയിക്കാം. അപ്പോൾ ഒരു ഡെഫിനിറ്റ് പീരീഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനെന്തെന്ന് പറയുന്നത്, പെർപെറ്റ്യൂറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി എന്ന് പറയുമ്പോൾ ഓരോ വർഷവും നമുക്ക് കിട്ടുന്നത് അതിൻ്റെ 5%, 10% ഒക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് 5% ഇൻക്രീസ് ചെയ്യാം, 5.5% ഇൻക്രീസ് ചെയ്യാം, 5.6% ഇൻക്രീസ് ചെയ്യാം. ഇങ്ങനെ ഓരോ തവണയും അതിൻ്റെ കൂടെ ചെറിയ എമൗണ്ട് കൂടെ ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ പറയുന്നത് അതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി. ഇങ്ങനെ 13% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു 8,000 രൂപ എന്ന് പറയുന്നതിൻ്റെ ഇന്നത്തെ മൂല്യം എന്താണ്, അതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് PV പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു P1 ഡിവൈഡഡ് ബൈ R മൈനസ് G. ഇത് ക്ലിയർ ആയല്ലോ. PV ഈസ് ഈക്വൽ ടു P1 ഡിവൈഡഡ് ബൈ R മൈനസ് G. ദെൻ P1 ഈസ് ഈക്വൽ ടു എന്താ P1 എന്ന് പറയുമ്പോൾ P1 ഈസ് ഈക്വൽ ടു പീരിയോഡിക് പേയ്മെൻറ്റ്. R ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് റേറ്റ്. അവിടെ ഒരു ഡിസ്കൗണ്ട് റേറ്റിലാണത് മാറിക്കൊണ്ടിരിക്കുന്നത്. R ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് റേറ്റ്, G ഈസ് ഈക്വൽ ടു ഗ്രോത്ത് റേറ്റ്. അപ്പം നമുക്ക് ഫ്യൂച്ചറിലുള്ള ഈ എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ കുട്ടികൾക്ക് അത് ക്ലിയർ ആയല്ലോ. ദെൻ അതിൻ്റെ താഴെ അപ്ലിക്കേഷൻ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഗ്രോയിങ് പെർപെറ്റ്യൂറ്റിയുടെ അപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത് നോക്കാം. ദെൻ അതിൽ ദിസ് ഫോർമുല ഹാസ് എ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് വിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എനിത്തിങ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ പെർപെറ്റ്യൂറ്റി. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഫോർ ആൻ ഇൻവെസ്റ്റർ ഇൻ റിയൽ എസ്റ്റേറ്റ്. The cash flow from rentals are infinite and will continue to grow over time.
അതായത് ഒരു റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് ക്യാഷ് ഫ്ലോ ഫ്രം റെൻറ്റൽസ്, അതിൻ്റെ റെൻറ്റൽ അത് ഒരു ഇൻഫ്ലോ അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഫിനിറ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു ഗ്രോ ഓവർ ടൈം. യൂസിങ് ദ എബവ് ഫോർമുല യു ക്യാൻ അസൈൻ ദ വാല്യൂ ഓഫ് ദാറ്റ്. അതായത് അങ്ങനെ ഓരോ വർഷവും 13% എന്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ആ ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ ഈ വർഷം 10,000, അടുത്ത വർഷം 10,100, പിന്നത്തെ വർഷം 10,200, പിന്നത്തെ വർഷം 10,300 എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറുതായിട്ടുള്ളൊരു ഗ്രോയിങ് റേറ്റ് കൂടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്കുള്ള ആ ഒരു ഇൻക്രീസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയായിരിക്കും, അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് ഏത് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? പ്രസൻറ്റ് വാല്യൂ ഉപയോഗിച്ചിട്ട് PV = P1 ഡിവൈഡഡ് ബൈ R-G എന്ന് പറയുന്ന ഫോർമുല ഇട്ടുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് വൺ ഈസ് when an investor buys a stock, the dividend would be received in perpetuity and therefore the present value can be calculated using the formula. അതായത് when an investor buy a stock, ഒരു ഇൻവെസ്റ്റർ ഒരു സ്റ്റോക്ക് വാങ്ങുകയാണെന്ന് കരുതുക, ഒരു ബോണ്ടോ ഷെയറോ എന്തെങ്കിലും വാങ്ങിയാൽ the dividend should be received in perpetuity. ഡിവിഡൻഡ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻ പെർപെറ്റ്യൂറ്റി. അത് എത്ര കാലം നമ്മുടെ കയ്യിൽ ആ സ്റ്റോക്ക് ഉണ്ടോ അത്ര കാലം നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? അതിൻ്റെ ഡിവിഡൻഡ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആൻഡ് ദെയർഫോർ ദ പ്രസൻറ്റ് വാല്യൂ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ യൂസിങ് ദിസ് ഫോർമുല. അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായിട്ടുണ്ടാവണം എന്താണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി. പെർപെറ്റ്യൂറ്റി എന്ന് പറയുന്നതിൻ്റെ പ്രസൻറ്റ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി, ഇൻഡിഫിനിറ്റ് പീരീഡിലുള്ള പേയ്മെൻറ്റ്സിനെയാണ് നമ്മൾ പെർപെറ്റ്യൂറ്റി എന്ന് പറയുന്നത്. അത് ഗ്രോയിങ് റേറ്റിലുള്ള പെർപെറ്റ്യൂറ്റിയാണ്. സെയിം ടൈം അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് പ്രസൻറ്റ് വാല്യൂ = P1 ഡിവൈഡഡ് ബൈ R-G. P1 = periodic payment. R = discount rate. Therefore, G സെയിം ടൈം അവിടെ ഗ്രോത്ത് റേറ്റ് കൂടെ തന്നിട്ടുണ്ട്. R എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ആ ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ₹1 വാല്യൂ 0.909 ആയിട്ട് മാറുന്നു. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും അത് എത്രയായിട്ട് മാറുന്നു? 0.808. ദെൻ തേർഡ് ഇയർ ആകുമ്പോഴേക്കും 0.707. ദെൻ ഫോർത്ത് ഇയർ ആകുമ്പോഴേക്കും 0.606 എന്നൊക്കെ പറയുന്ന രീതിയിൽ പണത്തിൻ്റെ മൂല്യത്തിലുണ്ടാകാവുന്ന വേരിയേഷൻസിനെയാണ് നമ്മളിവിടെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ R എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഡിസ്കൗണ്ട് റേറ്റ് ആണ്. Therefore, G = ഗ്രോത്ത് റേറ്റ്. അതിന് പകരം നമുക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്? 10,000 രൂപ കിട്ടിയതിന് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ അതിൻ്റെ മൂല്യം കുറയുന്നുണ്ടെങ്കിൽ കൂടെ സെയിം ടൈം അവിടെ എന്ത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്? 4%, 5% അവിടെ ഒരു ഗ്രോത്ത് റേറ്റ് കൂടെ നമുക്ക് തരുന്നുണ്ട്. അതുകൂടെ തന്നിട്ട് ആ എമൗണ്ടിൻ്റെ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നമ്മളതിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ദെൻ എഴുതിക്കോളാം. Mr. X purchased Mr. X purchased a number of stocks. A number of stocks. At the end of first year, At the end of first year, he received a payment. He received a payment of rupees 8,000 and it grows at a rate of 4% per annum. 4% per annum and continues forever.
Continuous forward. The discount rate is the discount rate is 10%. നോക്കാം. Mr. X purchased a number of stocks. Mr. X purchased a number of stocks at the end of the first year. ഇവിടെ പറയുന്നുണ്ട് Mr. X purchased a number of stocks at the end of the first year. He received a payment of rupees 8,000. ഒരു വർഷം അവസാനിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 8,000 ആണ്. ആൻഡ് ഇറ്റ് ഗ്രോസ് അറ്റ് എ റേറ്റ് ഓഫ് 4% per annum. എന്നാൽ ഓരോ വർഷവും അയാൾക്ക് കിട്ടുന്ന ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 4% per annum ആണ്. ആൻഡ് കണ്ടിന്യൂസ് ഫോർ എവർ, അത് കുറേ സമയം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ദെൻ ദ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് 10%. ഡിസ്കൗണ്ട് റേറ്റ് ഈസ് 10%. ദെൻ നമുക്കതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഒന്ന് കണ്ടു നോക്കാം. പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 8,000 ഡിവൈഡഡ് ബൈ, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഫോർമുല നോക്കണം. പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു P1 ഡിവൈഡഡ് ബൈ R മൈനസ് G. P1 ഈസ് ഈക്വൽ ടു 8,000. P1 ഈസ് ഈക്വൽ ടു 8,000. R ഈസ് ഈക്വൽ ടു, ഡിസ്കൗണ്ട് റേറ്റിനെയാണ് R എന്ന് പറയുന്നത്. R ഈസ് ഈക്വൽ ടു 10%. ദെൻ ഗ്രോത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു 4%. ദറ്റ് ഈസ് G ഈസ് ഈക്വൽ ടു 4%. Therefore 8,000 divided by 10% minus 4%. Then 8,000 divided by 10% minus 4%, that means 8,000 divided by 6%. 8,000 6% കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6% എന്ന് പറയുമ്പോൾ 8,000 divided by 0.06. 8,000 divided by 0.06. Therefore answer is 10 minus 4, that is 8,333. Then answer is 8,633 എന്ന് പറയുമ്പോൾ, അതായത് 8,000 രൂപയുടെ പ്രസൻറ്റ് വാല്യൂ, ഒരു വർഷം കഴിഞ്ഞാൽ കൊടുക്കുന്ന 8,000 രൂപയുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 8,333 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇവിടെ ദറ്റ് മീൻസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് മിസ്റ്റർ എക്സ് പർച്ചേസ്ഡ് ഈസ് 8,333. ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ മിസ്റ്റർ എക്സ് ബിക്കോസ് he can compare the present value. He can compare the present value, the perpetuity to the amount he paid for the stocks. If the present value is higher than he paid, it was wise investment for him. തീർച്ചയായിട്ടും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 8,333 രൂപ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ. കിട്ടുക എന്ന് വെച്ചാൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്തേക്കാണ്. ദെൻ എക്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബെസ്റ്റ് ചോയ്സ് ആണെന്നുള്ള രീതിയിൽ അത് കൺസിഡർ ചെയ്യാം. ഇതാണ് ഇന്നെടുത്തിരിക്കുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഫോർമുല എന്താ? പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു P1 ഡിവൈഡഡ് ബൈ R മൈനസ് ഗ്രോത്ത് റേറ്റ്. ഇനി നമുക്ക് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് EMI ആണ്, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണ് പഠിക്കാനുള്ളത്. അതിനു മുൻപ് തന്നെ പെർപെറ്റ്യൂറ്റിയിലെ ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. ദെൻ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ ഞാനിത് മാറ്റിയാണ്. Compound annual growth rate.
compound annual growth rate. Compound annual growth rate, that means CAGR. Compound annual growth rate. Compound annual growth rate, CAGR. CAGR. ഇവിടെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റിലെ ആ ഗ്രോത്ത് റേറ്റ് കൂടെ ആഡ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഇയർ, അതായത് 10% അല്ലെങ്കിൽ 4% ഗ്രോത്ത് റേറ്റ് പറയണത് വെച്ചാൽ ആ 4% അതിൻ്റെ കൂടെ ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ഇയറിലാകുമ്പോഴേക്കും ദെൻ അവിടെ 100ൻ്റെ കൂടെ 104 ആയി കഴിഞ്ഞാൽ വീണ്ടും ആ 104ന് 4% ആയിരിക്കും. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണോ ആഡ് ചെയ്ത് പോകുന്നത് അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റും ആഡ് ചെയ്ത് പോകുന്ന ഒരു ടെക്നിക്സാണിത്. സോ ഇതിനെന്തെന്ന് പറയുന്നു? കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയണം. ഇനി എന്താണ് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റിൽ? താഴെ എഴുതുക. കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്, ഇറ്റ് ഈസ് ദ ജോമെട്രിക് പ്രോഗ്രഷൻ ratio that provides a constant rate of return over certain time period. അപ്പോൾ സെൻറ്റൻസ് ഒന്നുകൂടെ വായിക്കാം. It is the geometric progression ratio that provides a constant rate of return over certain time period. താഴെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് CAGR. കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല CAGR ഈസ് ഈക്വൽ ടു V final divided by V begin, that means final value divided by beginning value, final value divided by beginning value, then all raised to 1 by n minus 1. Okay, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് നെക്സ്റ്റ്. ഞാൻ പറഞ്ഞു കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു V final divided by V begin all raised to 1 by n minus 1 എന്ന് പറയുന്ന ഫോർമുലയാണ്. അതായത് ഫൈനൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബിഗിനിങ് വാല്യൂ ഓൾ റേസ്ഡ് ടു 1 by n minus 1. ഇതാണ് ഫോർമുല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഓരോ ടെക്നിക്സിലും ഞാൻ നേരത്തെ കുറച്ച് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിരുന്നു. ഈ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ഈ പെർപെറ്റ്യൂറ്റിയെ സംബന്ധിച്ചിടത്തോളം തന്നെ അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പീരീഡാണ്. ഈ ഇൻഡെഫിനിറ്റ് പീരീഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എത്ര കാലമാണ് അടയ്ക്കണമെന്നൊന്നും പറയുന്നില്ല, എത്ര കാലമാണ് നമുക്ക് അതിൻ്റെ ഇൻകം റിട്ടേൺ കിട്ടുന്നതെന്നൊന്നും പറയുന്നില്ല. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഇവിടെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ പെർപെറ്റ്യൂറ്റിയുടെ തന്നെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് പഠിച്ചു കഴിഞ്ഞു. V final, അതായത് ഫൈനൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബിഗിനിങ് വാല്യൂ ഓൾ റേസ്ഡ് ടു ഫൈനൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബിഗിനിങ് വാല്യൂ ഓൾ റേസ്ഡ് ടു 1 by n minus 1. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. ദെൻ ഇനി നമുക്ക് അതിൽ VF അല്ലെങ്കിൽ VF എന്ന് പറയുമ്പോൾ അത് ഡിനോട്ട് ചെയ്യുന്നത് ഫൈനൽ വാല്യൂ എന്നുള്ള അർത്ഥത്തിലാണ്, ഫൈനൽ വാല്യൂ. ദെൻ VB എന്ന് പറയുന്നത് ബിഗിനിങ് വാല്യൂ. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചു കഴിഞ്ഞു. ഫൈനൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബിഗിനിങ് വാല്യൂ ഓൾ റേസ്ഡ് ടു 1 by n minus 1. ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല. ദെൻ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കോമ്പൗണ്ട് ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫോർമുല ഉണ്ട്. നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ദാറ്റ് മീൻസ് ജസ്റ്റ് an example, suppose that the annual sales of a product, annual sales of a product
increases every year, increases every year, increases every year at a constant rate, at a constant rate, at a constant rate. If the total sales in year, if the total sales, if the total sales, the total sales in year 1990 is rupees 200 and rupees 200 every year 1990 is rupees 200 and that at end of 2000 is rupees 1000, is rupees 1000. Then the compound annual growth rate, compound annual growth rate is equal to dash. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൽ നോക്കാം, സപ്പോസ് ദാറ്റ് ദ ആനുവൽ സെയിൽസ് ഓഫ് എ പ്രോഡക്റ്റ് ഇൻക്രീസസ്, ഒരു ആനുവൽ സപ്പോസ് ദാറ്റ് ദ ആനുവൽ സെയിൽസ് ഓഫ് എ പ്രോഡക്റ്റ് ഇൻക്രീസസ് എവറി ഇയർ അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് ഇഫ് ദ ടോട്ടൽ സെയിൽസ് ഇൻ ഇയർ 1990 ഈസ് rupees 2000 and that 200 and that end of the 2000 is rupees 1000. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതനുസരിച്ച് നമ്മളോട് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാവുന്ന ഫോർമുല അപ്ലൈ ചെയ്യാം. CAGR, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു VF ഡിവൈഡഡ് ബൈ VB ഓൾ റേസ് ടു 1/n മൈനസ് 1. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല. ദെൻ അതിൽ VF എന്ന് പറയുമ്പോൾ ഫൈനൽ വാല്യൂ VF ഈസ് ഈക്വൽ ടു ഫൈനൽ വാല്യൂ ഈസ് rupees 1000. ദെൻ VB ഈസ് ഈക്വൽ ടു 200. VB ഈസ് ഈക്വൽ ടു 200. N ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നിടത്ത് 10 ഇയേഴ്സ്. 10 ഇയേഴ്സ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായേ? 10 ഇയേഴ്സ് എന്ന് പറയുന്നത് 1990 ഫസ്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത്. ദെൻ 2000 ഫൈനൽ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ദെർഫോർ നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് ഈക്വൽ ടു 10. ദെൻ CAGR കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ CAGR ഈസ് ഈക്വൽ ടു കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു ദെൻ 1000 ഡിവൈഡഡ് ബൈ 200 all raised to 1/n. 1/n means, that means 1/n എന്ന് പറയുമ്പോൾ 1/10 minus 1. Answer is 1000 divided by 200 എന്ന് പറയുമ്പോൾ then answer is that means 5 raised to 1/10 minus 1. 5 raised to 1/10 minus 1. ഇതാണ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. 5 raised to 1/10 minus 1 എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ദെൻ ഗ്രോയിങ് പെർപെറ്റ്യൂറ്റിയെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി എങ്ങനെ കണക്കാക്കുക എന്നുള്ള രീതിയിലുള്ളൊരു പ്രോബ്ലം നമ്മൾ ചെയ്തു. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു P/R മൈനസ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെറ്റ്യൂറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ദെൻ സെയിം ടൈം കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാനുള്ളത് CAGR എന്ന് പറയുന്ന ഫോർമുല നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു ദെൻ V ഫൈനൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബിഗിനിങ് വാല്യൂ ഓൾ റേസ് ടു 1/n മൈനസ് 1. ഇതാണ് നമ്മൾ അതിൽ ഉപയോഗിക്കേണ്ട ഫോർമുല. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ ഇനി നമുക്കിതിൽ എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് EMI ആണ്. ഇക്വേറ്റഡ് മന്ത്ലി
മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. കാരണം എങ്ങനെയായിരിക്കും ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട് നമുക്ക് അടച്ചു തീർക്കാം, അങ്ങനെയാണെങ്കിൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എത്ര എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അത് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ദെൻ ഇവിടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, ആനുവിറ്റിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, പെർപെക്ച്വൽ ആനുവിറ്റിയെക്കുറിച്ച് പറഞ്ഞു, ആനുവിറ്റിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനുവിറ്റീസ് നമ്മൾ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞു. അതേപോലെ തന്നെ പെർപെക്ച്വൽ ആനുവിറ്റി എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ചില കേസുകളിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി, പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെക്ച്വൽ ആനുവിറ്റി, ഈ പ്രസൻറ്റ് വാല്യൂ കൺസിഡർ ചെയ്യുന്ന ടെക്നിക്സ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് വളരെ വലിയ ഒരു ഏരിയയാണ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് നമുക്ക് ഫ്യൂച്ചറിൽ എന്താ പറയുക, നെക്സ്റ്റ് ഇയറിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്കത് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ദെൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാക്ഷൻ പീരീഡിൽ ക്ലിയർ ചെയ്യാം. എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ദെൻ താങ്ക് യു ആൾ.